പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ അരി എത്ര അളവിലെടുക്കണം, അതുപോലെ തന്നെ കുക്കറിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാൽപ്പായസം ഉണ്ടാക്കാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് 1 ലിറ്റർ പാലിന്റെ കണക്കിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ബസ്മതി അരിയാണ്. നമ്മുടെ സാധാരണ ബിരിയാണി അരി, ഒരല്പം നീളമുള്ള അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നീളമുള്ള അരി ആയതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സറിന്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റെഡിയാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് തരിയാക്കേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് വലിയ നീളമുള്ള അരി ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ അരിയാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാനിപ്പോൾ നെയ്യിൽ ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അരി പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് നമുക്ക് ശരിക്കും 1/4 കപ്പ് അരി മാത്രമേ വേണ്ടൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാരണം അരി അടിയിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരം ഉണ്ടാവില്ല, എന്നാൽ ഒരുപാട് മധുരം കുറവുണ്ടാവില്ല. ആ ഒരു നല്ല കറക്റ്റ് പാകത്തിലാണ് ഇതിന്റെ മധുരം ഉണ്ടാകുക. കൂടുതലായിട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ മാത്രം മതി. 4 വിസിലായിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ 4 വിസിലായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ 4 വിസിൽ ചെയ്തിരിക്കുന്നത്. നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും കൂടെ എക്സ്ട്രാ വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് പാകമായിട്ടില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിനും കുറച്ച് കുറവായിട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഏലക്കയുടെ ഫ്ലേവർ വരും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പാൽപ്പായസത്തിന്റെ രുചി മുഴുവൻ ഏലക്ക കൊണ്ടുപോകും. കുറച്ചൊരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ നല്ല അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡിയായി. ശരിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള പാൽപ്പായസമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാൽപ്പായസം ഉണ്ടാക്കി നോക്കൂ. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാം.